സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരയിലേക്ക് സ്വാഗതം. മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം അത് ഓസ്കാർ അക്കാദമിയിലേക്ക് പ്രദർശിപ്പിക്കാനായിട്ട് ഒരു ഇൻവിറ്റേഷൻ കിട്ടി. അല്ലെങ്കിൽ ആ പടം ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നു. അടുത്ത മാസം, അതായത് 2026 ഫെബ്രുവരി 2-ാം തീയതിയാണ് ആ ചിത്രം പ്രദർശിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് വാർത്തകളിലൊക്കെ കണ്ടതാണ്. 2-ാം തീയതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ആ വാർത്തകളൊക്കെ കണ്ടതിന് ശേഷം മമ്മൂട്ടിക്ക് ഈ ഒരു ഓസ്കാർ അക്കാദമിയിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു അതുല്യ കലാകാരന്റെ അല്ല നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മമ്മൂക്കയുടെ ആ ചിത്രം പ്രദർശിപ്പിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഈ ഏട്ടൻ ഫാൻസിന്റെ വലിയ രീതിയിലുള്ള കുരുപൊട്ടലുകളും വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയാണ് കമന്റ് ബോക്സിൽ വന്ന് നിറയുന്നത്. അപ്പോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന എല്ലാ വീഡിയോയുടെയും കമന്റ് ബോക്സിൽ ഏട്ടൻ ഭക്തൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മെഴുകാനായിട്ട് ഒരു ടീംസ് ഉണ്ട്. എന്നാൽ യൂട്യൂബിൽ അത്രയും കാണാറില്ല കേട്ടോ. യൂട്യൂബിൽ കുറച്ചുകൂടി വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമന്റ് ബോക്സിൽ വന്ന് വലിയ രീതിയിലുള്ള തെറികളും തെറി അഭിഷേകങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവന്മാർ മെഴുകുന്നത്. എന്തിനാണ്? രണ്ടുപേരും മനുഷ്യന്മാരാണ്. മമ്മൂട്ടിയും മോഹൻലാലും മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ മനുഷ്യന്മാരാണ്. അവർക്കിടയിൽ ഒരു കോമ്പറ്റീഷനും ഇല്ല. അവർക്കിടയിൽ ഇല്ലാത്ത കോമ്പറ്റീഷൻസ് ആണ് ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് മണ്ടന്മാരുടെ മനസ്സിലുള്ളതും മണ്ടന്മാരുടെ പ്രവൃത്തികളിലുള്ളതും. എന്തൊരു കഷ്ടമാണേ. എന്തിനാണ് ഈ തല്ലും ബഹളവും ഒക്കെ? അവര് നല്ല രണ്ട് വ്യക്തിത്വങ്ങളാണ്. അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് സഹോദര തുല്യനായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന, മോഹൻലാലിനെ മമ്മൂക്ക ലാലു എന്നും മമ്മൂക്കയെ മോഹൻലാൽ ഇച്ചാക്ക എന്നും വിളിക്കുന്ന ആ രണ്ട് മഹനീയ വ്യക്തിത്വങ്ങൾ, അല്ലെ രണ്ട് നല്ല മനസ്സുകളുടെ ഉടമകളാണ് രണ്ടുപേരും. അപ്പൊ അങ്ങനെയുള്ളവർക്കിടയിലേക്ക്, അല്ലെ അങ്ങനെയുള്ളവരെ നമ്മൾ ഒരുമാതിരി കരിവാരി തേക്കാനായിട്ടിരിക്കുന്ന ടീംസ് ആയിട്ട് മാറിയിരിക്കുന്നു ഈ ഫാൻസ്. ഈ ഫാൻസ് അല്ല, താരാരാധന എന്ന് പറയുന്നത് വലിയ കുഴപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. അതൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു ആ പരിധിയിൽ കൂടുതലേക്ക് പോകുമ്പോൾ അത് അതിര് വിടുമ്പോഴാണ് പ്രശ്നം. അവിടെ അമിതമായിട്ടുള്ള താരാരാധന ഉണ്ടാവുന്നു. അതിൽ കൂടി വിദ്വേഷങ്ങൾ ഉണ്ടാകുന്നു. അതിൽ കൂടി കത്തിക്കുത്തുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ എന്തായാലും വരാം. കാരണം ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷനാണ് ഇപ്പോൾ ഈ കണ്ടുവരുന്നത്. അപ്പോ മമ്മൂക്കയുടെ ചിത്രം ഭ്രമയുഗം ഓസ്കാർ അക്കാദമിയിലേക്ക് പ്രദർശിപ്പിക്കാനായിട്ട് ഈ പറയുന്ന ഒരു അംഗീകാരം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ വലിയ രീതിയിൽ കുരുപൊട്ടുന്നു. അതിൽ ഇവർ കണ്ടെത്തിക്കൊണ്ട് വരുന്ന പുതിയ കാര്യങ്ങൾ, മമ്മൂക്കയേക്കാൾ മുന്നേ, അതായത് ആദ്യമായിട്ട് മലയാള സിനിമയിൽ നിന്ന് ഓസ്കാർ അക്കാദമിയിലേക്ക് പ്രദർശിപ്പിക്കാനായിട്ട് വന്ന ചിത്രം അത് ഗുരു എന്ന് പറയുന്ന മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള, അല്ലെ ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള ചിത്രമാണെന്നാണ്. ശരിയാണ്, അല്ലെന്ന് നമ്മൾ ആരും പറയുന്നില്ല. ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള ചിത്രം തന്നെയാണ് ഓസ്കാർ അക്കാദമിയിലേക്ക് പ്രദർശിപ്പിക്കാനായിട്ട് ആദ്യം, അല്ല ഓസ്കാർ കിട്ടിയ ഒരു പടം എന്ന് പറയുന്നത് ഈ പറയുന്ന ഗുരുവാണ്. അതിനുശേഷം ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമ വന്നു. പിന്നീട് ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ. അത് നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്, തെറ്റെന്ന് ഞങ്ങൾ പറയുന്നില്ല. ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള ഗുരു എന്ന് പറയുന്ന ചിത്രം തന്നെയാണ് മലയാള സിനിമയിൽ നിന്ന് ഓസ്കാർ അക്കാദമിയിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ചിത്രം. 1997 പുറത്തിറങ്ങിയ ഗുരു ആണ്. അതിനുശേഷമാണ് സമീപകാലത്ത് ജല്ലിക്കെട്ട്, ഭ്രമയുഗം പോലെയുള്ള ചിത്രങ്ങൾ വന്നതെന്ന് വിക്കിപീഡിയ തന്നെ പറയുന്നുണ്ട്. ഞാൻ നോക്കിയിരുന്നു. അപ്പോ ഇതിനെ നമ്മൾ ആരും ഒന്നും പറയുന്നില്ല. അത് ശരി തന്നെയാണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ശരി. പക്ഷേ മമ്മൂട്ടി ചിത്രം ഈ പറയുന്ന ഓസ്കാർ എൻട്രിയിലേക്ക് വന്നപ്പോൾ എന്തിനാണ് ഇത്ര വിഷമം? ആ ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങളൊന്ന് മറുപടി തന്നാൽ കൊള്ളാം. മമ്മൂക്കയുടെ ചിത്രം ഓസ്കാർ എൻട്രിയിലേക്ക് വന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ലാലേട്ടന്റെ ചിത്രത്തിനായിരുന്നു ഇത് കിട്ടിയത്. മമ്മൂക്കയുടെ ചിത്രത്തിന് ഇപ്പൊ രണ്ടാമതാണ് കിട്ടിയത്. ലാലേട്ടന് കിട്ടിയത്രയും അവാർഡുകളൊന്നും മമ്മൂക്കയ്ക്ക് കിട്ടിയിട്ടില്ല. മമ്മൂക്കയ്ക്ക് അവാർഡുകളെല്ലാം, അല്ലെങ്കിൽ മമ്മൂക്കയുടെ മുഖത്ത് അഭിനയം വിരിയാറില്ല. അതുകൊണ്ട് തന്നെയും മമ്മൂക്കയ്ക്ക് അവാർഡുകളുടെ ആവശ്യമില്ല, അത് കിട്ടുന്നില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത്. നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം, ഇന്നലെ പറഞ്ഞതുപോലെ ഒരു കാര്യം കറക്റ്റാണ്. മമ്മൂക്കയുടെ മുഖത്ത് അഭിനയം വിരിയാറില്ല. മമ്മൂക്കയുടെ മുഖത്ത് മമ്മൂക്ക എപ്പോഴും ജീവിക്കുകയാണ്. മുഖത്തെന്നല്ല, മമ്മൂക്ക ഏതൊരു കഥാപാത്രത്തിനെ കിട്ടിയാലും ആ കഥാപാത്രത്തിനെ തൻ്റെ ശരീരത്തിലോട്ട് ആവാഹിച്ചുകൊണ്ട് അത് ആ ഒരു കഥാപാത്രമായിട്ട് തന്നെ ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് അഭിനയിക്കാൻ അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളത് രണ്ട് കൈകളും നീട്ടി, അല്ലെങ്കിൽ ഞങ്ങളത് മനസ്സ് തുറന്ന് ഞങ്ങളത് സ്വീകരിക്കും. കാരണം അഭിനയിക്കാൻ അറിയാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. സിനിമയോട് ഒരിക്കലും അടുക്കാത്ത വലിയ രീതിയിലുള്ള ഒരു അഭിനിവേശമുള്ള മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ഇതിഹാസം. ആ ഇതിഹാസം ആ ഒരിക്കലും അടങ്ങാത്ത അഭിനിവേശം കൊണ്ട് തന്നെ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങളും ഭ്രാന്തമായിട്ടുള്ള കുറെ അഭിനയ കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ പല സിനിമകളിൽ കൂടിയും കാണുന്നത്. അങ്ങനെ പേരൻപ് എന്ന് പറയുന്ന സിനിമയ്ക്കും മമ്മൂക്കയുടെ മറ്റ് പല സിനിമകൾക്കും അവാർഡ് നിശയിലേക്ക്, അതായത് ഓസ്കാർ എൻട്രിയിലേക്ക് അവർ നാമനിർദ്ദേശം ചെയ്തെങ്കിലും, അല്ലെങ്കിൽ ഓസ്കാർ എൻട്രിയിലേക്ക് അയച്ചുവെങ്കിലും സംഘികളുടെ കൂട്ടത്തിലാണല്ലോ നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ എല്ലാവരും സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചേർത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഘികളുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ ലാലേട്ടൻ, ആ ലാലേട്ടന്റെ കൂടെയുള്ള ആളുകളെല്ലാം സംഘിച്ചായുള്ള ആളുകളുമായിരുന്നു. അപ്പൊ അങ്ങനെ മമ്മൂക്കയുടെ ഓരോ ചിത്രങ്ങളും ഈ പറയുന്ന ഓസ്കാർ എൻട്രിയിലേക്ക് ഇവര് നോമിനേഷൻ അയക്കുമ്പോൾ ഇവരത് റിജക്ട് ചെയ്ത് കളയും. അതിവിദഗ്ധമായിട്ട് റിജക്ട് ചെയ്ത് കളയും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ഒരാളുടെ കമന്റ്, രണ്ട് കമന്റുകൾ കണ്ടു. അതില് ആ കമന്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടാതിരിക്കാൻ മോഹൻലാലിന്റെ കൂടെയുള്ളവർ എല്ലാ കാലത്തും നോക്കിയിട്ടുണ്ട്. വടക്കൻ വീരഗാഥയ്ക്ക് കിട്ടാതിരുന്നപ്പോൾ ശ്രീകുമാരൻ തമ്പി ശ്രമിച്ചു. 2, ഡാനിക്ക് കിട്ടേണ്ടത് പ്രിയദർശൻ തടഞ്ഞു 2000-ൽ. പേരൻപിന് കിട്ടിയത് തടഞ്ഞ് മേജർ രവി 2020-ൽ.
മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് തടഞ്ഞവരിൽ അന്ന് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന പ്രിയദർശൻ, ശ്രീകുമാരൻ തമ്പി, മേജർ രവി, അങ്ങനെ പലരും പലതവണ ഇവരെല്ലാം മോഹൻലാൽ ഫാൻസുകാരും BJP RSS ഭക്തന്മാരുമാണ്. ആര് എങ്ങനെയൊക്കെ തടഞ്ഞാലും ദൈവം നിശ്ചയിച്ചത് ചെന്നെത്തുക തന്നെ ചെയ്യും. അതാണ് നമുക്കറിയാം. മതത്തിന്റെയും അതേപോലെ തന്നെ രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേരിൽ തനിക്ക് കിട്ടേണ്ട വലിയ ബഹുമതികളെല്ലാം നിഷേധിക്കപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആ ഒരു ബഹുമതികളിൽ നിന്നെല്ലാം ഒഴിവാക്കി നിർത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെ നിർത്തപ്പെടേണ്ടി വന്ന, അല്ലെങ്കിൽ അങ്ങനെ മാറി നിൽക്കേണ്ടി വന്ന ഒരു വ്യക്തിത്വമാണ് മമ്മൂക്ക. എന്നാൽ അദ്ദേഹത്തിന് ആരോടും ഒരു പരാതിയുമില്ല. തനിക്ക് അവാർഡ് കൊടുക്കാത്ത ആളുകളോടില്ല, ജൂറിയോടില്ല, തൻ്റെ അവാർഡുകളെല്ലാം അടിച്ചെടുക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനോടില്ല, അല്ലെങ്കിൽ തന്നെ കളിയാക്കാനായിട്ട് നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളോടില്ല. എല്ലാവരോടും അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും മാത്രമാണ് മമ്മൂക്കയ്ക്ക് എപ്പോഴും ഉള്ളത്. തന്നെ അല്ലെ തൻ്റെ തിരഞ്ഞെടുപ്പുകളിലെ എപ്പോഴും ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന കേരളത്തിലെ ജനങ്ങളോട് അങ്ങേയറ്റം നിർവാജമായ കൂറും അല്ലെ അങ്ങേയറ്റം നന്ദിയുമൊക്കെയാണ് മമ്മൂക്ക പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ പറ്റിയാണ് നിങ്ങൾ ഈ അപരാധങ്ങളും അപഖ്യാതികളും ഒക്കെ വന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കണം. അപ്പൊ അങ്ങനെ മമ്മൂക്കയുടെ ചിത്രം ഈ പറയുന്ന പേരൻപ്, പിന്നെ അതേപോലെ തന്നെ ഈ ഡാനി, പിന്നെ വടക്കൻ വീരഗാഥ, ഇതൊക്കെ ഓസ്കാർ എൻട്രിയിലേക്ക് പോകാൻ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് സംഘിപുത്രന്മാരായിട്ടുള്ള മേജർ രവിയോ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ കയറി അങ്ങോട്ട് തടയിടും. അങ്ങനെ ഇട്ടിട്ട് ആ ചിത്രങ്ങളൊന്നും എങ്ങും എത്താതെ പോയി. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ട് മോഹൻലാലിന്റെ സിനിമയാണ് ആദ്യം ഓസ്കാർ എൻട്രിയിലേക്ക് പോയതെന്ന് പറഞ്ഞുകൊണ്ട് കുരയ്ക്കുന്ന മക്കൾ ഈ കാര്യം കൂടി പറയുന്നില്ല? എന്തുകൊണ്ട് മമ്മൂക്കയുടെ ചിത്രങ്ങൾ തഴയപ്പെട്ടു എന്ന് പറയുന്നില്ല? എന്തുകൊണ്ട് മമ്മൂക്കയ്ക്ക് കിട്ടേണ്ട വലിയ പരമോന്നത ബഹുമതികൾ നിഷേധിക്കപ്പെട്ടു എന്ന് പറയുന്നില്ല? എപ്പോഴും കണ്ണടച്ചുകൊണ്ട് പാല് കുടിക്കുന്ന പൂച്ചയുടെ വിചാരം, അവർ കണ്ണടച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആരും ഒന്നും കാണുന്നില്ല, ഞാൻ മാത്രമേ എല്ലാം ചെയ്യുന്നുള്ളൂ എന്നാണ്. എന്നാൽ ആ ലോകം മുഴുവനുള്ള ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ആ പൂച്ച മനസ്സിലാക്കുന്നില്ല. മണ്ടൻ പൂച്ചയാണ് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന സംഘിപുത്രന്മാരുടെ പരിപാടി. ഇവർ വിചാരിക്കുന്നത് ഇവർ കണ്ണടച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും ഇരുട്ടാണെന്നാണ്. എന്നാൽ ലോകം വെളുത്തിരിക്കുന്ന കുറച്ചധികം ആളുകളുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിലാവും എന്താ നടക്കുന്നതെന്നുള്ളത്. അപ്പൊ അങ്ങനെ മമ്മൂക്കയുടെ ചിത്രം, ഇത് ഈ മേജർ രവി ഏത് പാർട്ടിയിലാണ്, അല്ലെ രാഷ്ട്രീയ ചരിത്രം എന്താണെന്ന് നമുക്കറിയാം, സംഘിപുത്രനാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഈ മമ്മൂക്കയുടെ ചിത്രം പേരൻപ്, അതും ഈ പറയുന്ന നോമിനേഷനിൽ പോയപ്പോൾ അതും അങ്ങ് നൈസായിട്ട് റിജക്ട് ചെയ്തു. അതിൽ കൃത്യമായിട്ടുള്ള ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞ് റിജക്ട് ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ പേരൻപ് എന്ന് പറയുന്ന സിനിമ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മാനസികമായിട്ടും ശാരീരികമായിട്ടും വൈകൃതമുള്ള അല്ലെ വൈകല്യമുള്ള ഒരു മകളെ, ആ മകളുടെ ഉള്ളിലുള്ള ഒരു സെക്ഷൽ ആ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് ഒരച്ഛൻ എല്ലാ ആളുകളുടെയും മുൻപിൽ പോയി ഇരക്കുന്ന ഒരവസ്ഥ. അതായത് ആ മകളുടെ ദാരിദ്ര്യം അല്ലെ മകളുടെ ഉള്ളിലുള്ള ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് പയ്യന്മാരെ അന്വേഷിച്ച് നടക്കുന്ന അങ്ങനെ ഒരു അച്ഛൻ്റെ ഒരു കഥയാണ് ഈ പറയുന്ന പേരൻപ് എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിലെ കുറച്ച് സീൻസ് എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതെന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. ആ സിനിമയിൽ മമ്മൂക്ക കാണിച്ചു വെച്ചിരിക്കുന്ന മമ്മൂക്കയുടെ ഒരു അഭിനയത്തിൻ്റെ ആ ഒരു അഭിനയ ചാതുര്യം, അല്ലെങ്കിൽ അഭിനയ ശേഷി, അഭിനയ വൈഭവം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ആ സീൻ ഒന്ന് കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. അല്ല, വേറൊരു സീനൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു പയ്യനെ അന്വേഷിച്ച്, അതായത് കുട്ടിയുടെ ഈ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പയ്യനെ അന്വേഷിച്ച് ഒരു ഇങ്ങനെയുള്ള ആളുകൾ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്നെത്തുന്ന മമ്മൂക്ക അവിടെ ഇരിക്കുന്ന ഒരു ആളിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു ആളിനെ വേണം, ഒരു പയ്യനെ വേണം, ഇങ്ങനെ സെക്സ് ചെയ്യുന്ന ഒരു പയ്യനെ വേണം. അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തിൻ്റെ മുഖത്തടിക്കുന്നു. അത് കാരണം അവർക്കറിയില്ല എന്താണ് ആ സിറ്റുവേഷൻ എന്നറിയില്ല. അതുകൊണ്ട് തന്നെയും അവർ ആ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഇവിടെ എന്തായാലും കാണാം. അതിൽ മമ്മൂക്കയുടെ അഭിനയം കൂടി കാണാം. ഇതെന്തായാലും ഇത് കാണിക്കേണ്ട ആവശ്യകതയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
அக்காட்ட சொல்லியாச்சு, உள்ள போங்க. நீங்க கொஞ்சம் வெளியில இருங்க. இது அந்த மாதிரி சர்வீஸ் பண்ற இடம் கிடையாது. செக்ஸ் ஒர்க்கர்ஸ்க்கு நல்லது பண்ற ஒரு என்ஜிஓ. மீரா சொன்னதால தான் உங்களை மீட் பண்றேன். உங்களுக்கு என்ன வேணும்? மேல் ப்ராஸ்டிடியூட் இல்ல இந்த மாதிரி வேலை செய்யற ஏதாவது ஆம்பளைங்க? கேஸ்க்குன்னு தனி குரூப்ஸ் இருக்கு. நான் வேணா அவங்களோட ஃபோன் நம்பர் தரேன். எனக்கு இல்ல. அப்புறம் யாருக்கு? என் பொண்ணுக்கு. பத்து வருஷமா அந்த தொழில் பண்ணி விட்டுட்டு தான் அந்த வேலைக்கு வந்திருக்கா. பொண்ணு மாதிரி பெத்த பொண்ணுக்கு மாமா வேலை பார்க்குற ஒரு பிறவி பார்த்ததே இல்லை. முதல்ல வெளில போ. எல்லா அப்பாவும் பொண்ணுக்கு என் மாப்பிள்ளை தேடுறாங்க, கல்யாணம் பண்ணி வைக்கிறாங்க. இதுக்கெல்லாம் என் பொண்ணுக்கு கையும் வராது காலும் வராது. கல்யாணம் பண்ணி கொடுக்கவே முடியாது. ஆசை இருக்கு. என்ன தவிர அவளுக்கு வேற யாருமே இல்லை. யாரு வேணாலும் எப்ப வேணாலும் செத்து போல. நான் சாகிறதுக்கு முன்னாடி எல்லாத்தையும் அவனுக்கு பண்ணி வைக்கணும்னு ஆசைப்படுறேன். வயசான ஆம்பளைங்க, உட முடியாத ஆம்பளைங்க தேவைக்கு பொம்பளைங்க நாங்க போவோம். ஆம்பளைங்க யாரும் அப்படி வரமாட்டாங்க. எனக்கு தெரிஞ்சா சொல்றேன். சாரி சார், சாரி. കണ്ടില്ലേ, ഇതാണ് ആ പേരൻപ് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക കാണിച്ചു വെച്ചിട്ടുള്ള അഭിനയ വൈഭവം, അല്ലെങ്കിൽ ആ ഒരു ഒരു മാജിക് എന്ന് പറയുന്നത്. അത് ആ ഒരു സീൻ മാത്രമല്ല, ആ സിനിമയിൽ ഒരുപാട് സീൻസ് ഉണ്ട്. എല്ലാം കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ആ സിനിമ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം അങ്ങനെയുള്ള ഒരു അഭിനയ മികവിനെ പോലും അവഗണിച്ച് അദ്ദേഹത്തിൻ്റെ അതൊരു ചെറിയൊരു കാര്യമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതുപോലെയുള്ള പല തുടർക്കഥയാണിത്. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും അവഗണിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഓരോ ബഹുമതികളും നിഷേധിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടും ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് ചെറിയൊരു പുഞ്ചിരിയുമായിട്ട് എല്ലാത്തിനെയും ഫേസ് ചെയ്യുന്നൊരു മമ്മൂക്ക. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്നേഹം മാത്രമുള്ളൊരു മനുഷ്യൻ. ആ ഒരു ജിന്നാണ് അദ്ദേഹം. ഇങ്ങനൊന്നും ആവാൻ മോഹൻലാലിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ആർക്ക് സാധിക്കത്തില്ല. സംഘികളുടെ മെഴുകലിനും ചാണക മെഴുകലുകൾക്കുമൊന്നും ഇരയാക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കാത്ത, അല്ലെ ഇരയാകാത്തൊരു മനുഷ്യൻ കൂടിയാണ് മമ്മൂക്ക. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഈ പറയുന്ന സംഘികളുടെ കളങ്കിതമായിട്ടുള്ള ഒരു അവാർഡ് അത് കിട്ടേണ്ട ആവശ്യകതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ആവശ്യമേ ഇല്ല. അത് കിട്ടിയാലും ഇല്ലെങ്കിലും മമ്മൂക്കയ്ക്കൊന്നും സംഭവിക്കാനുമില്ല. മമ്മൂക്കയെ കേരളത്തിലെ ജനങ്ങൾ സ്നേഹിക്കുന്നത് ഒരു അവാർഡിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല. മമ്മൂക്കയുടെ ഉള്ളിലുള്ള ആ മനുഷ്യത്വം കണ്ടിട്ടാണ്, മമ്മൂക്കയുടെ ഉള്ളിലുള്ള അഭിനയ മികവ് കണ്ടിട്ടാണ്, മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ഭ്രാന്തമായിട്ട് സിനിമയെ ആഗ്രഹിക്കുന്ന, സിനിമ ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സ് കണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ മമ്മൂക്കയ്ക്ക് എത്ര അവാർഡ് കിട്ടിയത് കൊണ്ടോ, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് കിട്ടിയ അവാർഡുകളുടെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടോ, അതിൻ്റെ കണക്കെടുപ്പ് നടത്തിയിട്ടോ, അദ്ദേഹത്തിന് കിട്ടിയ ഓസ്കാറുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നതും സ്നേഹിക്കുന്നതും. ഇനിയും എന്തൊക്കെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ അടങ്ങുന്ന, അല്ല ഞാൻ അടക്കമുള്ള കേരളത്തിലെ എല്ലാ ജനങ്ങളും, 1.5 കോടി ജനങ്ങളും മമ്മൂക്കയെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാ ആളുകൾക്കും അന്നും ഇന്നും എന്നും പ്രിയപ്പെട്ടതായിട്ട് നിലനിൽക്കുന്ന നമ്മുടെ മമ്മൂക്ക അതിനിയും അങ്ങനെ തന്നെ ഉണ്ടാവും. എത്ര സംഘിക്കുട്ടന്മാർ മെഴുകിയാലും, എത്ര ഏട്ടൻ ഭക്തൻസ്, ഏട്ടൻ ഫാൻസ് കിടന്ന് മെഴുകിയാലും, മമ്മൂക്ക ഇരിക്കുന്ന തട്ട് എപ്പോഴും താണു തന്നെ ഇരിക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആവർത്തന വിരസത ഉണ്ടാവാം, എന്നാലും ഞാനത് വീണ്ടും പറയുകയാണ്, അദ്ദേഹം ഇരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. കാരണം അതിന് പകരം വെക്കാനായിട്ടോ അതിന് മുകളിൽ വെക്കാനായിട്ടോ ഒരു സാധനവുമില്ല, ഒരാളുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു അവാർഡ് നിശ്ചയിലും അല്ലെങ്കിൽ ഈ ഒരു ഓസ്കാർ എൻട്രിയിലേക്ക് ആയപ്പോഴും അത് ഓർത്തിട്ട് കുരു പൊട്ടുന്ന ഒരു കൂട്ടം ആളുകളെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമവും, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എന്താണ് ഇവരുടെയൊക്കെ മനോഗതി എന്നുള്ളത്. കഷ്ടമാണ്ടേ മക്കളെ.